സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിന്റെ നീറ്റ് 2025 ടോപ്പർ സീരീസിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദിനാഥാണ്. ആദ്യം ഞങ്ങളുടെ നീറ്റ് ടോപ്പർ മാത്രമല്ല ജെഇ ടോപ്പറും കൂടിയാണ്. അതുപോലെ തന്നെ ഫിസിക്സിൽ 99.94% നേടിയിട്ടാണ് ആദി ജെഇ ടോപ്പർ ആയിട്ടുള്ളത്. ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ആദിക്ക് ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യണേ? സത്യം പറഞ്ഞാൽ റിലാക്സ് ആണ്. ഇപ്പൊ മൈൻഡ് ഒക്കെ ഫ്രീ ആണ്. ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ഇപ്പൊ. സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിന്റെ പഠനാന്തരീക്ഷത്തെ കുറിച്ച് ആദിക്ക് എന്താ പറയാനുള്ളത്? സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി പോലെയാണ് മനസ്സിലായി. ടീച്ചേഴ്സായിട്ട് ഭയങ്കര ഇന്റിമസി ആയിരുന്നു. ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് സെയിം ടീച്ചേഴ്സ് ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉജ്ജ്വല മിസ് ആയിരുന്നു എന്റെ ഫേവറേറ്റ്. മിസ്സിന്റെ ക്ലാസ്സസ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ ഭയങ്കര വൈബായിരുന്നു. ബയോളജി ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിച്ച സബ്ജക്റ്റ് ആണ്. ബയോളജി ടീച്ചേഴ്സ് ഭയങ്കര അഫക്ഷനേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു. ഈ ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഒക്കെ സ്ട്രോങ് ആക്കി തന്നു നമ്മുടെ കെമിസ്ട്രി ടീമാണ്. നീറ്റ് എക്സാം ഇത്രയും ടഫായിട്ടും ആദിക്ക് 600+ കിട്ടിയിട്ടുണ്ട് അല്ലെ? കുട്ടികളെ ഏറ്റവും ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ടൈം ആയിരുന്നു. ആദ്യം എങ്ങനെയാണ് അന്ന് ആ ടൈം മാനേജ് ചെയ്തത്? ഒരു 4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ നമുക്ക് 3 മണിക്കൂറുള്ളൂ. നീറ്റ് എക്സാം 3 മണിക്കൂറാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ബയോളജിയാണ് ചെയ്തത്. ബയോളജി ചെയ്യുന്നതോടൊപ്പം തന്നെ ഫിസിക്സ് ഒന്ന് മറച്ചു നോക്കി. അപ്പൊ മനസ്സിലായി പേപ്പർ ഭയങ്കര ലെങ്തി ആണ്. നമുക്ക് ഈ 3 മണിക്കൂറൊന്നും എന്തായാലും 720 ആ റേഞ്ചിലേക്ക് എത്താൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്തത്. അതായത് ബയോളജിയും കെമിസ്ട്രിയും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, ലെങ്തി ആയ ഫിസിക്സിൽ സെലക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അത് തന്നെയാണ് നമുക്കൊരു 600+ലേക്ക് എത്താൻ നമ്മളെ സഹായിച്ചത്. ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം ഏതായിക്കോട്ടെ, നീറ്റോ ജെഇഒ ഐസറോ, അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയോട് ഈ എക്സ്പീരിയൻസിൽ നിന്ന് ആദിക്ക് എന്താണ് പറയാനുള്ളത്? പ്രിപ്പറേഷനിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. എത്ര ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു എന്നതല്ല, നമ്മളവിടെ ഒറ്റയ്ക്കാണ്. നമ്മൾ 3 മണിക്കൂർ ഒറ്റയ്ക്കാണ്. അപ്പോൾ സെൽഫ് സ്ട്രിക്റ്റ് ആയിട്ട് സെൽഫ് കോമ്പിറ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. സെൽഫ് ഗ്രോത്ത് ഇല്ലേ എന്ന് നമ്മൾ ഡെയിലി അനലൈസ് ചെയ്യുക. മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഫ്രീക്വന്റ് റിവിഷൻ തന്നെയാണ്. പിന്നെ പ്രിപ്പറേഷന്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നല്ലൊരു ടീം കൂടെ ഉണ്ടാവുക എന്നതാണ്. ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്.